ഇനി ഇതെന്തെല്ലാം കൂത്ത് കാണണം പഠിച്ചോനെ. ഓ, ഓരോരുത്തരുടെ സ്റ്റാറ്റസ്. ആ രാധയാ, വാരാതെ ഇരിക്കിഞ്ഞി. നിനക്ക് ഫോണ് നോക്കിയിട്ട് പേരാന്ത് പിടിക്കുന്ന എന്റെ കുഞ്ഞു മോളെ. ഇതെന്തെന്നാ ഇത് പറയണ്ടു. നീ ഇരിക്കി. എന്റെ രാധേ, ഞാൻ രാവിലെ ഒന്ന് പണിയെല്ലാം കഴിഞ്ഞേരം ഒന്ന് ഫോണെടുത്ത് നോക്കിയതാ. എന്റെ കുഞ്ഞിമോളെ, ഓരോരുത്തരുടെ സ്റ്റാറ്റസ് ആകുന്നില്ലേ. ഈ പിള്ളേറി അമ്മമാരെയും വിചാരം എന്തെന്നാന്ന് എന്നോട് പറയണ്ടേ. ഓണായി നോക്കുമ്പോ പിള്ളേർ ഉരിക്കുന്നൊരു പോലെ, ഓല അമ്മമാർ ഉരിക്കുന്നൊരു പോലെ. എന്റെ അടുത്ത പെണ്ണെല്ലാം പോയിക്കുമോളെ ഒരു കുപ്പായോട്ടിട്ട് ഇങ്ങോടെന്നാ പറയണ്ടേ. അടിയിലിടുന്ന കുപ്പായത്തിന്റെ കൈ അയിലും വെളുപ്പേണ്ട. ഇതെല്ലാം എങ്ങനെയാ പുറത്ത് കീക്കുന്നതെന്നാ എനക്ക്. എന്നെ ഓക്കിലേശം ഒരു ഉളുപ്പം വേണ്ട ആവൂല്ല. എനക്ക് എന്നെ കണ്ടിട്ട് എന്തെല്ലാം വന്ന് എന്തെല്ലാം കാണുന്നു. ഇനിയിപ്പം വന്നാൽ എനിക്ക് കാണാം. ഫോണും എടുത്തിട്ട് തോണ്ടി 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 ഇതിങ്ങ് ഇട്ടിക്കില്ലെങ്കിൽ എന്തോ ഒരു സമാധാനക്കട. ഈ ആണിന്റെ മോളുണ്ടാവും കുറെ എണ്ണം ചാഞ്ഞിട്ട്, ഈ ആമ്പിള്ളേരുണ്ടാവും ഇങ്ങേപ്പുറം കുറെ ചാഞ്ഞിട്ട്. ഇതെല്ലാം ഞമ്മക്ക് ഇതെല്ലാം കാണുന്നില്ല. നമ്മള് പിന്നെ ഒന്ന് മാണ്ടാന്ന് നേരിച്ചിട്ട് എനിക്ക് അടിക്കും കയ്യല്ല, ഒന്നിനും കയ്യല്ല. ഇതൊന്നും ഞമ്മളൊന്നും പഠിക്കുന്നല്ല. ഇനി പറ രാധേ, നമ്മള് പഠിക്കുമ്പോ ഇങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടാ? നമ്മളെ അമ്മേന്റെ പഴയ സാരി കൊണ്ടായിട്ട് ഒരു പാവാടിയും ബ്ലൗസ് അടിച്ച്. ഇത് ചെരുപ്പ് വേറെ, വള വേറെ, അതിന് മടിച്ചിട്ടുള്ള കമ്മല് വേറെ. എന്റെ അമ്മയൊന്നും പറയണ്ടേ. ഈ ഓണാമണത്തേക്ക് ഇനി ഓണത്തിന്റെ അന്ന് രാവിലെ ഈറ്റിങ്ങളെല്ലാം എണീക്കുക. ഇങ്ങനെ നോക്കി എന്റെ അടുത്തോളം എണീക്കൂല. ഓക്കെ എന്തോ ഓണം ഇന്നത്തോടെ കഴിഞ്ഞു. സ്കൂൾ പരിപാടിയോട് പോയിട്ട് ഓണം കഴിഞ്ഞു. ഇനി അന്ന് രാവിലെ എണീക്കുകയില്ല, കുളിക്കുകയില്ല, ഒരു അമ്പലത്തിലും പോലും ഓക്കം തൊട്ടൊരു കോടിയും വേണ്ട. ഓളെ ഓണം എന്ന് വെച്ചാൽ ഓളെ സ്കൂൾ ഓണം. അത് എനക്ക് കണ്ടിട്ട് എനക്ക് എന്തെല്ലോ ആന്നേ കുഞ്ഞിൻ മോളെ. വല്ലാത്തൊരു കാലം തന്നെ ഇത്.